എന്താന്ന്. അപ്പൊ ഇവര് പറഞ്ഞു എന്നോട്, നിങ്ങൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇറങ്ങി നടന്നാൽ നിങ്ങളെ ഈ കടുകുമണിയോളമുള്ള നിങ്ങളെ ആരും കാണില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ പേരാമ്പ്രയുള്ള ആളുകളുടെ മനസ്സ് അത്യുന്നതിയിലാണ് പറയാൻ ആഗ്രഹിക്കുക. നോക്കൂ, നിങ്ങള് ആരെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്? ഈ നാട്ടിലെ UDF ഐക്യ ജനാധിപത്യ മുന്നണി ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുട്ടി, ഏറ്റവും പിഞ്ചു കുട്ടി മുതൽ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും മുതിർന്ന മനുഷ്യരെ വരെ നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. ഈ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. ഈ കൂടി നിൽക്കുന്ന ആളുകളിലുള്ള സ്ത്രീകളെ നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. യുവാക്കളെ നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. ഈ നാട്ടിലെ ജനദ്രോഹ നടപടികളിൽ കുടുങ്ങിക്കിടക്കിയ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് UDF എന്നുള്ളത് ഈ പേരാമ്പ്രയുടെ നടുവിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കട്ടെ. നമ്മൾക്ക് ഒരുമിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം രചിക്കണം. നിങ്ങൾ വലിയ ചരിത്രത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. പാർലമെന്റിലേക്ക് ഒരു ജനപ്രതിനിധിയെ നിങ്ങൾ സ്വപ്ന തുല്യമായിട്ട് വിജയിപ്പിച്ചയച്ചിട്ടുള്ള മനുഷ്യരാണ് നിങ്ങള് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ജനമനസ്സിന്റെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിച്ച മനുഷ്യരാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ആ ജനവിധി ഇതാ ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ ജനബാഹുല്യം. പറഞ്ഞവസാനിപ്പിക്കുകയാണ്. പലരും തിരക്കിലാണ്. നമുക്കറിയാം, നോമ്പ് തുറക്കാനൊക്കെയുള്ള എത്രയോ ദൂരം നടന്നിട്ടുള്ള ഒരുപാട് മനുഷ്യ സഞ്ചയമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഉത്തരവാദിത്വം ഈ നാട്ടിലുള്ള അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധിയാവുക എന്നുള്ളതാണ്. ആ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ടാണ് UDFന്റെ നേതാക്കൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന ജനങ്ങൾ. നിങ്ങൾ ഓരോ മനുഷ്യരും അതിന്റെ ഉദാഹരണമാണ്. നമ്മൾ ജയിക്കും. ഈ പേരാമ്പ്ര UDFന്റെ മണ്ണാണ് എന്ന് തെരഞ്ഞെടുപ്പ് വിധി കാത്തു നിന്നോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ കണ്ണീര് കുടിക്കുന്ന പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടില് വിശന്ന് വലഞ്ഞിട്ട് ഇവിടെ ഇപ്പം പാവപ്പെട്ടവനില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നഗരത്തിൽ ചെന്ന് നോക്കിയാൽ പാവപ്പെട്ട മനുഷ്യരെ കാണാൻ പറ്റും. അവരൊരു പക്ഷെ മിണ്ടുന്നുണ്ടാവില്ല, അവര് രാഷ്ട്രീയം പറയുന്നുണ്ടാവില്ല. അവരുടെ ശബ്ദമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു പോകുന്നതിൽ ഈ പേരാമ്പ്ര മണ്ഡലത്തിലുള്ള UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ ജയിപ്പിക്കുമെന്നുള്ളതിൽ തർക്കമില്ല എനിക്ക്. അത് എന്റെ വിശ്വാസമാണ്. നിങ്ങൾ കൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. ഈ റോഡ് ഷോ അവസാനിച്ചിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ